ഹലോ, ഞാൻ ഷാജി നരിക്കൊല്ലി. ഞാൻ ഹരിശ്രീ പഠിച്ച സ്കൂളിൻ്റെ പടിവാതിൽക്കലാണ് ഇപ്പം നിൽക്കുന്നത്. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ആ അങ്കണത്തിൽ നിന്ന് നിൽക്കുന്നത് ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടിയാണ്. ഒന്നാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഒരു പുസ്തകം രചിക്കുന്നത്. എൻ്റെ ഒരു പുസ്തകം ഇന്ന് ഈ അങ്കണത്തിൽ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ദ റേസ് ടു സക്സസ് എന്ന് പറയുന്ന പുസ്തകം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ ജീവിതാനുഭവങ്ങളും ഞാൻ നടന്നു വന്ന പാതകളും അതിലൂടെ നേടിയ അറിവുകളും അത് പുതിയ തലമുറയ്ക്ക്, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ഇവിടുന്ന് പഠിച്ചു പോയവർക്ക്, ജോലി അന്വേഷിക്കുന്നവർക്കെല്ലാം ഉപകാരമാകട്ടെ എന്ന് കരുതിക്കൊണ്ട് എൻ്റെ അറിവുകളും അനുഭവങ്ങളും ഞാൻ നേടിയെടുത്ത വിജയങ്ങളും അത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ഈ ഒരു അവസരം എനിക്ക് സർവശക്തൻ നൽകിയതിന് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാനിവിടെ ഈ സ്കൂളിൽ 77 മുതൽ 81 വരെയാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ 7, 8, 9 ക്ലാസ്സുകളിൽ ഷാജി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാജി ഇത്രയ്ക്ക് വളർന്നപ്പോൾ എനിക്കൊരു അഭിമാനം തോന്നി, ആനന്ദം തോന്നി. അതിൽ പങ്കെടുത്തില്ലെങ്കിൽ ഒരു നഷ്ടം തോന്നിയോണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഓടി വന്നത്. കുട്ടികളുടെ വളർച്ച കാണുമ്പോൾ രക്ഷാകർത്താക്കളെ പോലെയാണ് അധ്യാപകർ. അവർക്ക് അവരുടെ വ്യക്തിത്വം വികസിച്ച പോലെ തോന്നും. എല്ലാവർക്കും ഒരു അഭിമാനമുള്ള സമയമാണ്. ഞാൻ 1985 ഈ സ്കൂളിൽ വന്നു. ഈ സ്കൂളിൽ തന്നെ റിട്ടയറായ ഒരു പഴയ ഒരു മാഷാണ് ഷാജി. എൻ്റെ കൊച്ചുറാജുട്ടി എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ ഒരു സംരംഭം വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ കാരണക്കാരാണ് ഈ മുറ്റമെന്ന് ഉറക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. 62 വർഷമായിട്ടുള്ള അമ്പലമൂല ഈ സ്കൂൾ അങ്കണം, ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ചുറ്റളവ് പരിസരത്ത് എവിടെയും ആരും ഒരു പുസ്തകം എഴുതി പ്രകാശനം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ ഒരു തിരിച്ചറിവ്, അങ്ങനെ ആരും ചെയ്യാത്ത ഒരു കാര്യം എൻ്റെ അക്ഷരങ്ങൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ആർക്കെങ്കിലും എഴുതാൻ അതൊരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ, വായിക്കാൻ ഒരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ, കുട്ടികൾക്ക് അതൊരു പ്രചോദനമാവുകയാണെങ്കിൽ, നാടിന് ഏതെങ്കിലും തരത്തിൽ അത് ഒരു ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, എനിക്ക് അന്താരാഷ്ട്ര പുസ്തകവേളയിലെ ഒരു പ്രൗഢഗംഭീരമായ സദസ്സിൽ ഒരു 5 നയാ പൈസയുടെ ചെലവില്ലാതെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനേക്കാളും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ മുമ്പിൽ, എൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ, എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ, എൻ്റെ രക്ഷിതാക്കളുടെ മുമ്പിൽ, എന്നെ പഠിച്ച് ഞാൻ ആളാക്കിയ എൻ്റെ അധ്യാപകരുടെ പാദം തൊട്ട് അവരുടെ കൈകളിലേക്ക് ഈ പുസ്തകം കൊടുത്തുകൊണ്ടായിരിക്കണം എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. The race to success. അത് വെற்றிയിൽ ഓടിക്കിട്ടു, വെற்றிയിൽ കവിതകൾ എഴുതുകയും തമിഴിലെ മണിക്കെഴുത്തുകളെല്ലാം ഏത് കുട്ടികൾക്കും പെട്ടെന്ന് സ്വായത്തമാക്കുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. എങ്കിലും ഷാജി ഇങ്ങനെ വളർന്നതിന് എനിക്ക് എത്തുന്നില്ലാത്ത ആനന്ദം, അഭിമാനം. തീർച്ചയായിട്ടും ഇത് ഒരു വളർച്ചയുടെ ആദ്യത്തെ പഠിച്ച സ്കൂളിനെ ഓർക്കാതിരിക്കുക. എത്ര തന്നെ വീട്ടിലായാലും മാതാപിതാക്കളെയും അധ്യാപകരെയും തന്റെ നാടിനെയും ആദരിക്കുക, ഓർമ്മിക്കുക എന്ന് പറയുന്ന ഈ നല്ല സ്വഭാവമായി നല്ലൊരു മനസ്സിനെ ഞാൻ ബഹുമാനിക്കുന്നു. அவையோர் அனைவரையும் வணங்கி பெற்றெடுத்த தாயே, தத்தெடுத்த தமிழே, ஊற்றெடுத்த என் அறிவை ஊத்தெடுத்து தருகிறேன், செவிமடுத்து கேளுங்கள்.